രണ്ടാം ക്ലാസ്സിന്റെ ഓണപരീക്ഷാ മാതൃകയിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ലാംഗ്വേജ് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഇവിടെ ഒരു റിഡിലാണ് നൽകിയിട്ടുള്ളത്. വെജിറ്റബിൾസുമായിട്ട് ബന്ധപ്പെട്ട റിഡിലുകൾ. ഐ ആം ഗ്രീൻ ആൻഡ് ലീഫി, ഗുഡ് ടു ഈറ്റ്. ഗ്രീൻ ആണ്, ലീഫി ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള വാക്ക് ചീര എന്നുള്ളതാണ്. SPINACH. സ്പിനാച്ച്. റിഡിൽ 2. ഐ ആം ഓറഞ്ച് ആൻഡ് ലോങ്, ഗുഡ് ഫോർ ഐസ്. കണ്ണിന് നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തിരിക്കേണ്ടത് ക്യാരറ്റ് ആണ്, ഓറഞ്ച് കളറാണ്, ലോങ് ആണ്. ഐ ഗ്രോ അണ്ടർഗ്രൗണ്ട്, യു പീൽ മൈ സ്കിൻ. എന്റെ തൊലി, പീൽ മൈ സ്കിൻ. തൊലി ഇങ്ങനെ ഉരിച്ചുരിച്ചു പോകും. ഞാൻ വളരുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്, ഭൂമിക്കടിയിലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ടത് ഒണിയൻ ആണ്, ഉള്ളി, ഒണിയൻ. I am long and green, a healthy snack. What am I? I am long and green എന്ന് പറയുന്നത് കൊണ്ട് ഡ്രം സ്റ്റിക്ക്, മുരിങ്ങാക്കോല് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഡ്രം സ്റ്റിക്ക്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് കുട്ടികൾക്കൊരു 10 വെജിറ്റബിൾസിന്റെ പേര് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുക. ആ വെജിറ്റബിൾസിന്റെ പ്രത്യേകതകൾ ചോദിക്കുക. അതിന്റെ കളറ്, അതിന്റെ ഷേപ്പ്, അതുകൊണ്ടുള്ള ഉപയോഗം പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇപ്പൊ കണ്ണിന് നല്ലത് അല്ലെങ്കിൽ ഇലക്കറികള്, അങ്ങനെ ഇപ്പൊ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രത്യേകതകൾ പറയാൻ സാധിക്കുമെങ്കിൽ അതുകൂടി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ടോപ്പിക്ക് വേണ്ടുന്നത് വെജിറ്റബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഡ്രാ എന്ന് പറഞ്ഞ് ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ചോദ്യം വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഉത്തരം കുട്ടികളെ കൊണ്ട് വരപ്പിക്കാം. ഇതിനോടൊപ്പം ഒരു മോഡൽ ചോദ്യവും കൂടെ നൽകുന്നു. മോഡൽ ചോദ്യം ഡ്രോ എ റെയിൻബോ എന്നുള്ളതാണ്. റെയിൻബോയ്ക്ക് വേണ്ടുന്ന ബാക്കിയുള്ള പ്രത്യേകതകൾ കൂടി അവിടെ പറയുന്നുണ്ട്. അതിനനുസരിച്ച് റെയിൻബോ വരപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നോക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഈ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് വേണമെങ്കിൽ വിബ്ജിയോർ എന്ന ടോപ്പിക്ക് അവരുടെ പരിചയപ്പെടുത്തും. നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. ഈ ഓർഡറിൽ നിറങ്ങളെ ക്രമപ്പെടുത്താനോ അതിനനുസരിച്ച് ചെയ്യാനോ ജസ്റ്റ് ഒരു വർക്കായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വർക്ക് പൊതുവെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ വരയ്ക്കാനോ ഒക്കെ ആയിരിക്കും പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, കുട്ടിയെ ഒരു എക്സാം സന്നദ്ധനാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ. പിന്നെ പൊതുവെ പരീക്ഷകൾക്കുള്ളത് ഒരു ഭാഗം കംപ്ലീറ്റ് ദ സോങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്ന വർക്ക്. ആഡ് മോർ ലൈൻസ് എഴുതി പഠിപ്പിക്കുക. അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടുന്നത് 3 കാര്യങ്ങളാണ്. 1, ആക്ഷൻ വേർഡ്സ്. കുറച്ച് ആക്ഷൻ വേർഡ്സ് പഠിച്ചു വയ്ക്കുക. 2, ഏത് വരികളാണ് മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കുക. 3, താളത്തിനനുസരിച്ച് എഴുതാൻ സാധിക്കുമെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. പടം അവിടെ നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോളം നൽകിയിട്ടുണ്ടാവും. അപ്പൊ ആ കോളത്തിലുള്ള സാധനങ്ങളെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബേർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കവിതയാണ് നൽകിയിട്ടുള്ളത്. ലിറ്റിൽ ബേർഡി ഇൻ ദ സ്കൈ, ഫ്ലൈയിങ് ഹൈ ഓർ സോ ഹൈ, വിത്ത് യുവർ വിങ്സ് യു ഗ്ലൈഡ് ആൻഡ് സോർ ഓവർ ഹിൽസ് ആൻഡ് ബൈ ദ ഷോർ. ഇത് 4 വരിയെന്ന് വിചാരിക്കാം. അതിനോടൊപ്പം 4 വരികളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കവിത എപ്പം തന്നാൽ അല്ലെങ്കിൽ 4 വരികൾ തന്നാൽ അതിൽ ആദ്യത്തെ വരി ഒരേപോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. നോക്കുക, ആദ്യത്തെ വരി എന്ത് ചെയ്യാം, അതുപോലെ തന്നെ എഴുതാം. 2, ഫ്ലൈയിങ് ഹൈ എന്നാണ് പറയുന്നത്. ഫ്ലൈയിങ് ഹൈ ആക്ഷൻ വേർഡ് ഏതാണെന്ന് നോക്കി. ആക്ഷൻ വേർഡ് എന്താണ്? ഫ്ലൈ ആണ്, പറക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉള്ളതാരാണ്? ബേർഡ് ആണ്. അപ്പോ ബേർഡ് എന്ത് ചെയ്യുന്നു? ഡാൻസ് ചെയ്യുന്നു. അവിടെ ഫ്ലൈക്ക് പകരം ഡാൻസ് എന്നുള്ള വാക്ക് ചേർത്തു. ഇല്ലെങ്കിൽ സിംഗിങ്, പാടുന്നു എന്നുള്ള വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ബേർഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് വാക്ക്? ഒരു ആക്ഷൻ വേർഡ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വിത്ത് യുവർ വിങ്സ് യു ഗ്ലൈഡ് ആൻഡ് സോർ. ഇവിടെയും ആക്ഷൻ വേർഡ്സ് ഗ്ലൈഡ് ആൻഡ് സോർ, തെന്നുക, അതിനനുസരിച്ച് പറക്കുക. പട്ടത്തിന്റെ കാര്യത്തിൽ ഈ 2 വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടതാണ്, ഗ്ലൈഡ് ആൻഡ് സോർ. നമ്മുടെ പുസ്തകത്തിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തില് ട്വേർലിംഗ്, വേർലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ട്വേൾ ആൻഡ് വേൾ, ആ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചു. ട്വേൾ ആൻഡ് വേൾ. പക്ഷി അതേപോലെ കറങ്ങി കറങ്ങി പോകുന്നു.
ഓവർ ഹിൽസ് ആൻഡ് ബൈ ദ ഷോർ. കുന്നിന് മുകളിലൂടെയും തീരത്തുമെല്ലാം, കടൽ തീരത്തുമെല്ലാം പക്ഷികൾ പറന്നു കിടക്കുന്നു. അവിടെ നമ്മൾ മാറ്റിയതിനെ ഓവർ ദ ട്രീസ് ആൻഡ് ബൈ ദ വാലീസ്. ഏതാണോ നമുക്ക് മാറ്റാൻ കഴിയുന്നത് അതിനനുസരിച്ച് മാറ്റുക. ഏത് വാക്കാണോ നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് തീമാണോ നൽകിയിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ കോണ്ടസ്റ്റുമായിട്ട് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതുക. വേണമെങ്കിൽ അതേപോലെ 4 വരികളും കൂടെ എഴുതി നോക്കാൻ പറ്റും. ഒന്നും കൂടെ പറയുന്നു, ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ വരി പൊതുവെ ഒരേപോലെ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ വരിയിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് നോക്കുക. മാറ്റം വരുത്തേണ്ടത് പൊതുവെ ആക്ഷൻ വേർഡ്സ് ആയിരിക്കും. ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നോക്കുക, ആരാണ് ജോലി ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള വാക്കുകൾ അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് വരുന്നത്. ഡ്രൈ റെയിൻബോ ആദ്യത്തെ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ ഇച്ചിരി അല്പം കുട്ടികൾക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു ഭാഗം, ബോക്സ് ഹെൽപ്പ് ഇല്ല എങ്കിൽ, ബോക്സിൽ ക്ലൂ ഇല്ല എങ്കിൽ കോൺവെർസേഷൻ എഴുതാൻ അവരെ ഒരല്പം ബുദ്ധിമുട്ടാറുണ്ട്. പൊതുവെ കുട്ടികളുടെ പ്രയാസം കോൺവെർസേഷൻ എഴുതാനാണ്. ഇപ്പൊ നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 41 നമുക്ക് മീനുവിന്റെ കഥയുണ്ട്. മീനു ആൻഡ് ഹെർ മദർ. മീനു is bringing the little bird to home. അപ്പോ ഈ ഒരു കോണ്ടസ്റ്റിനെ ബേസ് ചെയ്ത് അവിടെ ഒരു കോൺവെർസേഷൻ എഴുതാൻ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ഒരു കോൺവെർസേഷൻ നോക്കാം. 2 മോഡലുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ളതോ ഇല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള സെന്റൻസുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. മീനു, മോം ലുക്ക് വാട്ട് ഐ ഫൗണ്ട്. ലുക്ക് വാട്ട് ഐ ഫൗണ്ട്. നോക്കൂ ഞാൻ എന്താണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ വാട്ട് ഐ ബ്രിങ് ഹോം. ഞാൻ എന്താണ് കൊണ്ടുവന്നേക്കുന്നത് നോക്കുക. അപ്പൊ വാക്കുകൾ, വൊക്കാബുലറിയാണ് കുട്ടിക്ക് വേണ്ടുന്നതെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ബ്രിങ് കൊണ്ടുവരിക, ഫൗണ്ട് കണ്ടെത്തുക. വാട്ട് ഡിഡ് യു ഫൈൻഡ്. മീനു, വാട്ട് ഡിഡ് യു ഫൈൻഡ്. നീ എന്താണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു ബ്രിങ്, നീ എന്താണ് കൊണ്ടുവന്നത് എന്ന് അമ്മ തിരിച്ചു ചോദിക്കുന്നു. ഇറ്റ്സ് എ ബേബി ബേർഡ്. ഇറ്റ്സ് എ നെസ്ലിംഗ്. നെസ്ലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ബേർഡ്, ബേബി ബേർഡ്. It was alone by the tree. It was alone. ഒറ്റയ്ക്കായിരുന്നു. Oh no, it looks wet and small. ഇതൊരു കുഞ്ഞു പക്ഷിയാണല്ലോ. And it looks wet. നനഞ്ഞിരിക്കുകയാണ്. കോണ്ടെക്സ്റ്റില് it was about to rain എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ലുക്സ് വെറ്റ് ആൻഡ് സ്മാൾ. ഡിഡ് യു സീ എനി അതർ ബേർഡ്സ്. നോ, ഐ ഡിഡ്ന്റ് സീ എനി. ഐ തോട്ട് ഇറ്റ് നീഡഡ് ഹെൽപ്പ്. വി ഹാവ് ടു ഹെൽപ്പ് ഹെർ. നമുക്ക് അവരെ സഹായിക്കാം. വി ഹാവ് ടു ഹെൽപ്പ് ഹെർ. അമ്മ പറയുന്നു, യു ഡിഡ് ദ റൈറ്റ് തിങ്. നീ നല്ല കാര്യമാണ് ചെയ്തത്. ലെറ്റ്സ് പുട്ട് ഇറ്റ് ഇൻ എ സോഫ്റ്റ് ബോക്സ് ടു കീപ് ഇറ്റ് വാം. നമുക്കിതിനെ ഒരു പെട്ടിയിൽ വെച്ചു കൊടുക്കാം. ഒരു വീടായിട്ടൊരു സോഫ്റ്റ് ബോക്സിൽ വെച്ചു കൊടുക്കാം. മീനു, ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് ദാറ്റ്. യെസ് പ്ലീസ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമുക്ക് എപ്പോഴും ഒരു 3-4 എക്സ്ചേഞ്ചുകൾ മതിയാകും. ഇത് കൂടുതൽ വായിക്കാൻ വേണ്ടി ടോപ്പിക്ക് നൽകിയതാണ്. അതേപോലെ മറ്റൊരു ഭാഗം, വാട്ട്സ് ഇൻ യുവർ ഹാൻഡ്. ഇറ്റ്സ് എ ബേബി ബേർഡ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് നീഡ്സ് ഹെൽപ്പ്. ഇറ്റ് ഈസ് വെറ്റ്. ഇറ്റ്സ് വെറ്റ് ആൻഡ് ഡേർട്ടി. ഡോണ്ട് ബ്രിങ് ഇറ്റ് ഹോം. വീട്ടിൽ കൊണ്ടുവരരുത്. ഡോണ്ട് ചെയ്യരുത് എന്നുള്ള അർത്ഥം. ഡോണ്ട് ബ്രിങ് ഇറ്റ് ഹോം. അതിനെ വീട്ടിൽ കൊണ്ടുവരരുത്. അപ്പൊ മീനു പറയും, മം ഇറ്റ് നീഡ്സ് ഹെൽപ്പ്. ഇതിന് സഹായം വേണം. ഇറ്റ് കാൺ ഫ്ലൈ. ഇതിനെ പറക്കാൻ കഴിയില്ല. അപ്പോൾ 2-3 വാക്കുകളും കൂടെ ഓർത്തിരിക്കേണ്ടത്, ഒന്ന് ഡോണ്ട് അല്ലെങ്കിൽ ഡു. ഡു, ഡോണ്ട്. ചെയ്യുക, ചെയ്യരുത്. ഡു ആൻഡ് ഡോണ്ട്. അതേപോലെ ക്യാൻ ആൻഡ് ക്യാൻറ്റ്. കഴിയും, കഴിയില്ല എന്നുള്ളത്. ആ സെന്റൻസുകൾ കൂടി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള, നമുക്കിതിനെല്ലാം കൂടെ മെർജ് ചെയ്തൊരു ചെറുത് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യം മീനു പറയുന്നു, മോം ലുക്ക് ഐ ബ്രോട്ട് എ ബേബി ബേർഡ്. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്. അമ്മ ചോദിക്കുന്നു, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്. നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പം മീനു പറയുന്നു, ഐ ഗെറ്റ് ഇറ്റ് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്.
It fell near the tree. അപ്പൊ അമ്മ തിരിച്ചു ചോദിക്കുന്നു, why did you bring it home? നീ എന്തിനാണ് ഇതിനെ കൊണ്ടുവന്നത്? Why did you bring it home? അപ്പൊ അതിന് മറുപടിയായിട്ട് it needs help. It can't fly. ഏതെങ്കിലും സെന്റൻസുകൾ ഉപയോഗിക്കുക. It needs help. ഇതിന് സഹായം വേണം. It can't fly. ഇതിന് പറക്കാൻ കഴിയില്ല. Please help her. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പൊ ഇത് എഴുതാൻ പാടായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ ആശയം അമ്മയോ അച്ഛനോ കൂടെ ഇരുന്ന് സംസാരിച്ച് ചോദിക്കുക, അത് മലയാളത്തിൽ എഴുതിപ്പിക്കുക. അപ്പൊ ഒരു കോണ്ടസ്റ്റ് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുക, തരുന്ന ടോപ്പിക്കിനനുസരിച്ചൊരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ പരീക്ഷ എളുപ്പമായിരിക്കും. പരീക്ഷയിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോളങ്ങളിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള ഡയലോഗുകൾ എടുത്തെഴുതുക, ചോദിക്കുന്നതിന് മറുപടി പറയുക എന്നുള്ള രീതിയിൽ. നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നു കുറച്ചുകൂടെ വായിക്കാനും അതിനനുസരിച്ച് പുതിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയാണ്.